ഇപ്പൊ അമ്മേ ശരണത്തിൽ നിന്ന് നമ്മളോട് സംസാരിച്ച ഓരോരുത്തരും പറഞ്ഞത് ഈ ഒരു അന്നദാന പെരുമ പുതുതലമുറയിലേക്ക് അടുത്ത തലമുറയിലേക്ക് കൊടുത്തു കഴിഞ്ഞു എന്നാണ്. അപ്പൊ അതിന്റെ തെളിവ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഈ കുട്ടികൾ എല്ലാവരും തന്നെ അശ്രാന്തമായി ഈ അന്നദാന പെരുമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞു കൊളാക്കാതെ അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ? അപ്പം കഴിഞ്ഞ ഒരു 3-4 ദിവസം അല്ലേ, അതിനു മുമ്പും നിങ്ങൾക്ക് എക്സാം ഒക്കെ നടക്കുന്ന സമയമാണ്, അതിനിടയ്ക്കും സമയം കണ്ടെത്തി ഈ അമ്മേ ശരണത്തിന്റെ അന്നദാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ സംഭവം എന്ന് പറയുന്നത്? ഒരു നല്ലൊരു സംഭവമാണ്. എല്ലാ വർഷവും ചെയ്തെങ്കിലും ഓരോ വർഷം ചെയ്യുമ്പോഴും ഒരു എന്തോന്ന് പറയുന്നത് ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇത് ചെയ്യുമ്പോൾ. അപ്പം അതുകൊണ്ട് എല്ലാ വർഷവും ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പേരെന്താ? എന്റെ പേര് കല്യാൺ. അപ്പൊ കല്യാൺ എക്സാംസ് നടക്കുകയാണോ? എനിക്ക് അടുത്ത ആഴ്ച എക്സാം തുടങ്ങി. അടുത്ത ആഴ്ച എക്സാം ആണ്. എന്നിട്ട് എന്താ ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ളവര് വിശേഷങ്ങൾ പറയൂ. ചോട്ടാസ്, എന്താണ് പേര്? വിശ്വജിത്ത് എത്രയിലാ? 1ാം ക്ലാസ്സിലാണ്. അപ്പൊ എന്തൊക്കെ ചെയ്തു? ജ്യൂസ് കൊടുത്തു. നേരത്തെ പറഞ്ഞ മാംഗോ പൾപ്പ് ജ്യൂസ് ഒക്കെ കൊടുത്തല്ലേ? പിന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാ? ഇവിടെ ഇതിലുള്ള ഫുഡ് ഐറ്റംസിൽ ഏറ്റവും ഇഷ്ടം ഏതാ? ബിരിയാണിയാണ് ഇഷ്ടം അല്ലേ? അപ്പൊ പറയൂ, എന്താണ് വിശേഷങ്ങൾ? എനിക്ക് ഇല്ല ബിരിയാണിയും കറിയും ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ അതിലെ ജ്യൂസ് അതൊക്കെ കൊടുക്കുമ്പോ ഒരു രസമാണ്. ജ്യൂസ് കൊടുക്കുന്നതിൽ മെയിൻ ആണല്ലേ? എന്താ പേര്? സഞ്ജന. എത്രാം ക്ലാസ്സിലാ? 3rd. ഓക്കെ. ഇപ്പൊ കൂളിംഗ് ക്ലാസ് വെച്ച ഒരാളുണ്ട്. എന്താണ് വിശേഷങ്ങൾ? അമ്മേ ശരണത്തിന്റെ അന്നദാനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. മോൻ എന്താ ചെയ്തേ? ഞാൻ ഇന്ന് മൊത്തം ആൾക്കാരിന് ജ്യൂസ് കൊടുത്തു. എല്ലാരും സമാധാനമായിട്ട് വന്ന് കുടിച്ചിട്ടൊക്കെ പോയോ? ഓക്കെ. എന്താ പേര്? രാധവ്. എത്രാം ക്ലാസ്സിലാ? 4. ഓക്കെ. ഇനി എല്ലാരും പരിചയപ്പെടുത്തിക്കോ. ഹായ്, അഭിരാമി കൂട്ടത്തിൽ കുറച്ച് മുതിർന്ന ആളാണെന്ന് തോന്നുന്നു. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം നിൽക്കുക. ഓക്കെ, BSc നഴ്സിംഗ് കഴിഞ്ഞു. ഓക്കെ. ഇത് ഇപ്പൊ ഫസ്റ്റ് ഇയർ ആണോ ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇപ്പൊ ആദ്യമായിട്ടാ വന്നത്. ശരിക്കും പറഞ്ഞാൽ 16ാം വർഷമാണ് അമ്മേ ശരണത്തിനെ സംബന്ധിച്ച്. എങ്ങനെയുണ്ട് ഇവിടെ? ഞാൻ പണ്ട് കുറച്ച് ഇങ്ങനെ ഡെവലപ്പായി വരുന്ന ടൈമിലുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പം നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്, നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെ ഉണ്ട്. അതിനൊക്കെ ഇവരുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ അതിലുണ്ടല്ലോ. അതൊക്കെ ഇത് പിന്നെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇത്ര വലിയ ഇത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതിനൊക്കെ ഒരു മൈൻഡ് വേണമല്ലോ. അതവർ ചെയ്യുന്നത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇഷ്ടപ്പെട്ടു. ഇനിയും ജോയിൻ ചെയ്യണം, അതായത് ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിചാരിക്കുന്നു. അങ്ങനെ തന്നെ സാധിക്കട്ടെ. മോളുടെ പേരെന്താ? മല്ലിക. എത്രാം ക്ലാസ്സിലാ? 9th. എങ്ങനെയുണ്ട് ഇവിടെ അമ്മേ ശരണത്തിന് വേണ്ടി പ്രവർത്തിക്കും? വളരെ നന്നായിട്ടുണ്ട്. ഞാൻ 2-3 വർഷമായിട്ട് ഇവിടെ തന്നെ വരുന്നുണ്ട്. എല്ലാ വർഷവും വരും. എല്ലാവർക്കും എല്ലാത്തിനും സപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. വളരെ ഇഷ്ടമാണ് ഇതെല്ലാം. അപ്പം ഇപ്പൊ പറഞ്ഞിരുന്നു പുതുതലമുറയ്ക്ക് വേണ്ടിയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഫ്രണ്ടിലോട്ട് വരും. അവന്റെ പേരെന്താ? സഞ്ജയ്. എത്രാം ക്ലാസ്സിലാ? 8. ഓക്കെ. അപ്പം എക്സാംസ് ഒക്കെ നടക്കുന്ന സമയമാണ്. എന്നിട്ടും നമ്മുടെ അമ്മേ ശരണത്തിൽ നിങ്ങളുടെ അച്ഛൻ മാമന്മാരെല്ലാം ഇതിലുണ്ടല്ലേ? അപ്പൊ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഒരു നല്ല ഫീലിംഗ് ആണ്. ഇനിയും ചെയ്യണം. അപ്പൊ കഴിഞ്ഞ വർഷം ഒക്കെ ഉണ്ടായിരുന്നു. എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ ജനിച്ചത് മുതൽ കേട്ടല്ലോ. അത്രയും ഒരു ലെഗസി ഇങ്ങനെ കൈമാറുന്ന പോലെയാണ് അമ്മേ ശരണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ പേര്? കവിത. എത്രയില്ല? 8th. ഓക്കെ. ഇപ്പൊ അമ്മേ ശരണം എന്തൊക്കെ ചെയ്തു? ഇന്ന് ജ്യൂസ് ഒക്കെ കൊടുത്തു. ഇവിടുത്തെ ജ്യൂസ് ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. മോന്റെ പേര്? സായി കല്യാൺ. എത്രാം ക്ലാസ്സിലാ? 5ാം ക്ലാസ്സിൽ. ഓക്കെ. അപ്പൊ അച്ഛനാണ് നമ്മുടെ ഈ അമ്മേ ശരണത്തിൽ മെയിൻ ആയിട്ട് അച്ഛനും ഉണ്ട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കാണുമ്പോ മോൻ അതിന് പ്രചോദനം കൊള്ളുന്നുണ്ടോ? അതില് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ? ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഇത് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്മുടെ മനസ്സിനൊരു സന്തോഷവും വരും. അതുകൊണ്ടാണ് നമ്മൾ ഇനിയും ചെയ്യുന്നത്. എല്ലാരും പരിചയപ്പെട്ടല്ലോ. ആരെങ്കിലും വിട്ടുപോയോ? കുറച്ചുപേര് എക്സാം ആയതുകൊണ്ട് വന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. എന്നിട്ട് പോലും നിങ്ങൾക്ക് കാണാമല്ലോ, ഓരോരുത്തരും പറയുന്നതിൽ തന്നെ ഉണ്ട് അവരുടെ എനർജി. അപ്പൊ പിന്നെ ചെയ്യുന്നതിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ എല്ലാവർക്കും ഇനിയും വർഷങ്ങൾ അമ്മേ ശരണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. ഇതാ ക്യാപ്പൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളെ പണിക്കിടയിലാണ് വിളിച്ചതെന്നറിയാം. അപ്പൊ നിങ്ങളുടെ പണികൾ നടക്കട്ടെ, ഞങ്ങൾ ബാക്കി ക്യാപ്ചർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.